ആൾക്കാർക്ക് ഫസ്റ്റ് തന്നെ കാര്യണ രംഗാണ്. ഹായ് അപ്പൂസ, ഹായ്. എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. എവിടെ അമ്മനെ കാണാനല്ലോ? കുറച്ച് തിരക്കിലാണ് കേട്ടോ. ആളെ തിരക്കില് കഴിഞ്ഞു. ഇന്നും കൂടെ തിരക്കുണ്ടാവുള്ളൂ. പിന്നെ നാളെ അതെ, നാളെ തൊട്ടാകുമ്പോ ഒറ്റയ്ക്ക് കേട്ടോ. അപ്പൊ ഇന്നത്തെ തിരക്ക് എന്താ വെച്ചാല് സന്ദേശിന്റെ മോളും വരുമാനം കുട്ടിയും വന്നിട്ടുണ്ട്. അപ്പൊ ഓര് നമ്മളെ വാർപ്പിന് പങ്കെടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അന്ന് കുട്ടിക്ക് സുഖം, ചെറിയ കുട്ടിയാണേ, 4-ാം മാസമായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു ഇന്ന് പോന്നതാണ്. ഇന്ന് പിന്നെ ഓനും ലീവാണ്, ഞായറാഴ്ച. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കാണ്. അമ്മ പറയും വിശേഷം. നല്ല മഴ. നമ്മളെ വാർപ്പിട് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു തുടങ്ങിയ മഴ. ഇന്ന് ഒഴിവന്നല്ല, ഇന്നൊരു ഒഴിവന്നല്ല. അപ്പൊ അങ്ങനെ ഇന്ന് കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഏറുള്ള വിശേഷം. ഇനി സിന്ധേച്ചിന്റെ ചെറിയ കുട്ടി, സിന്ധേച്ചിന്റെ എന്താ കുട്ടി വന്നിട്ടുണ്ടേ. ഓന് അമ്മ സ്ഥലത്തിന്റെ പേരെന്താ മോനും ഒക്കെയാണ് ചാലക്കുടി എറണാകുളം വേറൊരു പേര് ഏതായാലും മറന്നുപോയി. അപ്പൊ ഓൻ ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓനും തന്നെ നമ്മളെ വാർപ്പിലൊന്നും വരാൻ പറ്റിയില്ല. അപ്പൊ സിന്ധിച്ചിന്റെ 2 കുട്ടികളും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയാണ്. മഴയോണ്ടേ ഒരു രക്ഷയില്ല, പെരും മഴ. അപ്പൊ അങ്ങനെ ഓലും വരുന്നുണ്ട്. ഒരു രസല്ലേ കുട്ടികളൊക്കെ നമ്മളുള്ള നമ്മള് പിന്നെ വേറൊരു ചെലവിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ അന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ മാറ്റി വെച്ചിരുന്നു. ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ചിക്കൻ മാത്രം ഇപ്പൊ വാങ്ങി വന്നതാട്ടോ. കണ്ടോ? അപ്പൊ കുട്ടികൾ വരുമ്പോ നമുക്ക് ഒന്നും ഉണ്ടാക്കാതെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ തിരക്കിലാണ്. എന്റെ കൂടെ ചെറിയ തലപിന്നലുണ്ടായി. വല്ലാതെ ഇങ്ങോട്ട് ഇതാക്കാൻ പറ്റണില്ല. തലയ്ക്ക് ഒരു അന്തരം 2 ദിവസം ഇങ്ങനെ മടിപ്പനി നടന്നിട്ടാവും. വർത്താനം പറഞ്ഞതിന്റെ ഇടയ്ക്ക് ആയതാണ്. അത് സാരല്ല. അമ്മ എന്താ സ്പെഷ്യല്? മോനെ കയ്യ് ബിരിയാണി. ഇത് ശരിക്കും കഴുകിട്ട് വരയ്ക്കണം കേട്ടോ. കറുപ്പുണ്ട് കേട്ടോ. നല്ല ഉള്ളി കേട്ടോ. മണി അതേ പറഞ്ഞു. വാർത്ത വീട്ടിൽ പോയോ? എന്തൊക്കെയാ പണിയുന്നു? ഈ മഴയത്തോ? നല്ല മഴയത്തല്ല. അപ്പൊ മഴ ഉണ്ടായില്ല. അപ്പൊ ചെറിയൊരു അപ്പൊ ഒരു പാട്ടെടുപ്പിക്കുന്നു. നമ്മളെ കുഞ്ഞുമാവ പാട്ട് കേട്ടോ. അതാ കുഞ്ഞുമാനെ കാണിക്കാത്ത കുറച്ചേരെ കാണിക്കേ. പാട്ടില്ല പാട്ടുണ്ട്. ഇത്ര നേരം മഴ ഇറങ്ങാതെ പാട്ട് സന്ധ്യ എന്നുള്ള പാട്ട് അല്ലെ നമുക്ക് ഇത് കഴുകുക. സന്ധ്യയോട് കുറെ ആൾക്കാർ ചാനൽ തുടങ്ങാൻ പറയുന്നുണ്ട് അല്ലേ? സാധനം തുടങ്ങൂല. എന്താ അതിന്റെ പിന്നെ നിൽക്കാൻ സന്ധ്യക്ക് ഒഴിവില്ല. പിന്നെ സന്ധ്യക്ക് ചെറിയ ഫോണുള്ളത്. പിന്നെ വലിയ ഫോണൊന്നും ഉണ്ട്. അത് ഉണ്ണിയേട്ടൻ കൊണ്ടുനടക്കും. അത് സന്ധ്യക്ക് കിട്ടൂല. അങ്ങനെയൊക്കെയാണ് കഥ. തൊഴിലുറപ്പുണ്ട്. അല്ല പെണ്ണെന്താ പറഞ്ഞല്ലോ? അനക്കെന്തോ വേണമെന്ന് പറഞ്ഞല്ലോ. മാമ എന്തേലും പൈസ കൊടുത്താ മതിയോട് എന്താ വേണ്ടത് പറയാ? എന്തോന്ന് വേണമെന്ന് അങ്ങനെ ഓള് പറയില്ല. അനോ ഇനി കാണണം. അപ്പൊ നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കട്ടോ. അപ്പൊ ചിക്കൻ കഴുകട്ടോ. അപ്പൊ എന്താണ് അല്ലങ്ങൾ എന്താ ഒരു പാട്ട് സൗണ്ട്? അത് മതി. ആൾക്കാർക്ക് കാണണ്ടേ? അവിടെ കേൾക്കൂല. സന്ധ്യേ കണ്ണീരിലെന്തേ സന്ധ്യേ സ്നേഹമയി കേഴുകയാണോ നീയും? ചിലപ്പോഴേ കിട്ടുള്ളൂ പാട്ട്. അപ്പൊ ഡാൻസ് നന്നാക്കി ചെയ്യൂട്ടോ. അപ്പൊ കല്യാണം കഴിഞ്ഞ ദിവസം ഡാൻസ് ഒന്നും ചെയ്യലില്ല അല്ലേ? നാസറൊക്കെ ഷർട്ട് ഇട്ട് പോര്. അതാണ്, ആയിക്കോട്ടെ. ഇപ്പൊ ചിക്കൻ കഴിഞ്ഞു. എപ്പോഴാ കഴിഞ്ഞു? ഒരു 3-4 ഞാൻ പറഞ്ഞാൽ മതി. കാക്കാള് വന്നല്ലോ വീണ്ടും അതേമാതിരി. കാക്കാള് മറ്റേ വലിയ കോഴീനെ കാണാനല്ലോ രക്ഷിച്ച്.
എവിടെയാണാവോ നല്ല മഴയൊക്കെ ഒക്കെ നനഞ്ഞു. ആകെ നല്ല വെള്ളം മഴ, ഭയങ്കര വെള്ളം കൂടി. നമ്മൾ പുറത്ത് പോയതൊന്നും ഇപ്പൊ വന്നിട്ടുള്ളൂ രാവിലെ പോയിട്ട്. അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റണില്ലേ, ഭയങ്കര പുറത്ത് വണ്ടിയുമ്പോ കയറാൻ പറ്റില്ല, അത്രയ്ക്ക് മഴയൊന്നും. ബിരിയാണിക്കുള്ള പീസ് ചെറുതായിട്ട് ചെറുതാക്കി പൊട്ടിച്ചതല്ലേ, ഉഷാറിട്ടുന്നില്ല. അതാണ് റെഡി ആക്കും. അപ്പോൾ ഇത് കേക്കിട്ട് നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാം. വെള്ളം പോണൊക്കെ ഈ സാധനമായിട്ടൊക്കെ ഇഷ്ടമുള്ളത് കോഴിക്കാട്ടപ്പട്ടിയല്ലേ, ഇതാണ് ഷിജിന്റെ ഫേവറേറ്റ്. ഇവര് ഏട്ടനിട്ടിയാലും അമ്മയ്ക്ക് കിട്ടിയാലും ഒക്കെ ഇക്ക തരിക. ആദ്യമേ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്ന മുതലേക്ക് നമ്മളെ തറവാട്ടിൽ നിന്ന് ചെറിയമ്മയും അതേപോലെ ചെറിയമ്മേന്റെ മോനും കുട്ടിയേക്കണു. ഹായ് പെണ്ണ നോക്ക, പെണ്ണ ഭയങ്കര കരച്ചിലാണ് കാണുന്നത്. ആൾക്കാർക്ക് ഫസ്റ്റ് തന്നെ കരയണ രംഗാണ്. വേണ്ട വേണ്ട, ഇപ്പൊ കുട്ടി ഭയങ്കര കരച്ചിലാണ്. കളിക്കുമ്പോ കാണിച്ചു തരാം അല്ലേ, നമ്മളെ പരിചയമായില്ലല്ലോ, അതാണ്. എല്ലാരും കണ്ടപ്പോളേ. അപ്പൊ കുട്ടി ഒന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് കാണിക്കാം. അതാണ്. പിന്നെ എന്താ അറിയോ, കുട്ടീനെ ഒന്ന് റിലാക്സ് ആയിട്ട് നിക്കാൻ അത്ര സ്ഥലമല്ലല്ലോ. അപ്പൊ ഉള്ള വട്ടത്തിൽ എല്ലാവരോടും കൂടിയിട്ടേ ഓളാ കണ്ടുമുട്ടിട്ടുണ്ട്. നല്ല മഴയാണ്, അപ്പൊ പിന്നെ കത്താൻ കുറച്ച് പണിയാണ്. എന്താ അവിടെ പൂച്ചകൾ കടിയിടുന്നു? എന്താ പാട്ടിടെ പാട്ടോ? ഇനിയിപ്പോ വിരുന്ന് വന്നവരൊക്കെ എന്താ വിചാരിക്ക അല്ലേ? അതാണ് ഞാൻ പാടാത്തെ. നമ്മളെ സാദി മോനൊക്കെ വരട്ടോ, എല്ലാവരും വരും. കണ്ട തൈരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അരിയാന്. മല്ലിയിലതിന് പുതിനല്ലോ, എന്താ അറിയില്ല. ഞാൻ സീറ്റ് കൊടുത്തു പോയതാണ്. ഞാൻ രണ്ടും എഴുതിയിരുന്നു, മല്ലി പുതിനാണ്. നമ്മൾ കൊറേ കമന്റ് റീപ്ലൈ കൊടുക്കാണ്ട് സമയം കിട്ടിയിട്ടില്ല, ഭയങ്കര തിരക്കാണ്. നമ്മളെ തിരക്ക് എല്ലാവർക്കും അറിയും. അപ്പൊ എന്തായാലും തരും കേട്ടോ. പിന്നെ കൊറേ ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഹായ് പറഞ്ഞൊരു വീഡിയോ ഫുള്ള് അതാവും. അപ്പൊ അതുകൊണ്ടാണ് ഹായ് പറയുന്നത്. ഫോട്ടോ വിട്ടെന്നാലും നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ബർത്ത്ഡേന്റെ ഒക്കെ പിന്നെ നമുക്ക് അങ്ങനെ അത്രല്ലേ ഉണ്ടാവുള്ളൂ. ഹായ് കൊറേ ആള് ചോദിക്കുന്നുണ്ട്, പിന്നെ ഒരാള് ചോദിച്ച എല്ലാരും ചോദിക്കുന്നു കേട്ടോ. അടുത്ത വൈകുന്നേരം വരുന്നുണ്ട്. സന്ധ്യ റെഡിയായോ? ബിരിയാണി ഉണ്ടാക്കണം കാണിക്കണ്ടത്. പിന്നൊട്ടി ഒരായി പറഞ്ഞ കൈ കൊണ്ട് ഇങ്ങനെ കാട്ടിയാ മതി. ആയി എന്താ ഇവിടെ എന്താ കച്ചറ ഉണ്ടാക്കിയോ? എന്തൊക്കെ എടുത്തിട്ട് പറഞ്ഞെടുക്ക്. എന്തൊക്കെ ബിരിയാണി ഉണ്ടാക്കാണ്. ഉള്ളി വാട്ടി പിന്നെ ഇത് ഇതാക്കണം, ചോറ് ഇടണം, ദമ്മിടണം. അതല്ല എന്താ മസാല എടുത്ത് പറയണ്ടേ? മസാല ഇതില് തന്നെ വല്യുള്ളി വാട്ടി, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ വാട്ടി. എന്നിട്ട് ആദ്യം കുറച്ച് തിരുമ്പി വെച്ചിട്ടുണ്ട് ഇതിക്ക് ബിരിയാണിക്ക് ചിക്കൻ തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ നേരെ ഇതിലെന്തൊക്കെ ഇട്ട് ബിരിയാണിക്ക്? ഇതില് മസാല തേച്ച് വെച്ചതാണ്. മഞ്ഞള്, മുളക്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഉപ്പ്, അങ്ങനെ എല്ലാം കൂടി മസാല തേച്ച് വെച്ചാണ്. പിന്നെ ഗ്രേവി ആയിട്ട് നമ്മൾ ഇതായിക്കാനിടും. നമ്മള് അടുത്തിരുന്നവര് വന്നു. എവിടെ കയറിയാണ് അവിടെ ചെന്നിട്ടേ ഒരു കുഞ്ഞാവ കരഞ്ഞിട്ട് അവിടെയാണ്. അപ്പൊ അവിടെ ഇറങ്ങി. എന്താ സുഖമില്ലാത്ത? അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറയുന്നത് ഇഷ്ടല്ല. സുഖമില്ല നിങ്ങൾ പറയണില്ല, സുഖല്ല പറഞ്ഞ അമ്മ അടങ്ങിക്കില്ല. അതാ മെയിൻ പ്രശ്നം. എത്ര നോക്കിയാലും അതേപോലെ തന്നെ വരും. എന്തെടുക്കണ്ടെന്ന് പറഞ്ഞാൽ അത് അതേമാതിരി എടുക്കുക. നീച്ചെടുക്കുക എല്ലേതും കാട്ടുന്നുണ്ട്. അതാ പ്രശ്നം. വരുന്നുണ്ടോ?
ആരിത് മോനെ ഹായ് എടുത്താ കൈ കൊണ്ട് ഇങ്ങനെ ആട്ടെ. എന്താ ബ്രോ എല്ലാം ഉണ്ടതാ എന്താ സ്പെഷ്യല്? ഐസ്ക്രീം ഉണ്ടല്ലോ മഴയത്ത് പൊളിക്കും. ദമ്മിട്ടോ ദമ്മായി മറക്കത്തില്ല ഉണ്ടല്ലേ? ഇപ്പൊ കത്തി പിടിച്ചിട്ടുള്ളൂ. എന്താ 12 ഇപ്പൊ എത്രയും സമയം ഒരു എണിയല്ലേ? 5 മിനിറ്റ് 5 മിനിറ്റ് പിന്നെ അടുപ്പിൽ കത്തിച്ചിട്ടില്ല ഉണ്ടാക്കണേ. അപ്പൊ കുറച്ച് സമയം എടുക്കും ഐസ്ക്രീമിന്. അപ്പൂസോടെ ഐസ്ക്രീം ഉണ്ടോ? ഐസ്ക്രീം എല്ലാവരും കൊടുത്തല. എന്താണ് ആന്റിക്ക് മോനോ അറിയ ഒരു പാട്ടൊന്നും എന്തായാലും പാടട്ടെ. അവൻ വലിയ ഗായകനാണ്. കൊറേ കാലം പാട്ടടിക്കാൻ പോയി. നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഷിജിക്ക് പറ്റില്ല കേട്ടോ. ഷിജി ഉള്ളി കരിഞ്ഞ് റെഡി പണിക്കിട്ട് അങ്ങനെ പോയി. എല്ലാ പണി ഒരുക്കി മണിയൊക്കെ സൂപ്പറാണേ. അല്ല അപ്പൂടെ അപ്പൊ സുപ്പ് വരും. പ്ലേറ്റ് അമ്മക്ക് തിന്നാൻ പറ്റോ? ഇന്ന് തിന്നല്ലേ അമ്മ? പേരക്കുട്ടികൾ കൊണ്ടുവന്നല്ലേ? അങ്ങനെ അപ്പോ കടിക്കല്ലേ? മനു നല്ല കൈ എന്താണ്ടേ സ്വാതി തിന്നോ? അപ്പോ അപ്പൂസിനോടെ മനു വാ സന്ധ്യക്ക് അമ്മ കുറച്ചൊന്നായിട്ടോ. നല്ല തണുപ്പാണ്. ചേച്ചി കുറച്ചുകൂടി വേണമെങ്കിൽ നിങ്ങളിന്റെ പിന്നാലെ അപ്പൊ ഞങ്ങൾ തിന്നട്ടെ. കുറച്ച് വിശേഷമൊക്കെ തണുത്ത പറ്റിലിട്ടിയ പാത്രത്തിൽ കൊടുക്കാനാണ്. ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ കുറച്ച് പണിയുണ്ട്. അതോളം ഇത് ശരിയാക്കട്ടെ സന്ധ്യ. അപ്പൊ ഇത് ചിക്കൻ പറയട്ടെ എന്നോട്. ഞാൻ കുറച്ചുകൂടി സംസാരിക്കണം കേട്ടോ. ചിക്കൻ സാരല്ല. ഞാൻ 2 വർഷത്തേക്ക് കറി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ബിരിയാണി ഇഷ്ടമല്ല. ഇതൊന്നും ഇട്ടേക്കണോലോ. അരി എടുക്ക പെട്ടെന്ന് തല പൊന്തിക്കാനേ പറ്റുന്നില്ല. പൊന്തിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ കഴുകാണ്. ചിക്കൻ അടുപ്പത്തേക്കാണ് ബിരിയാണി. അല്ല ഞാൻ പറഞ്ഞു ഞാൻ കഴുകാണ് അരി. ഞാൻ പറഞ്ഞു ഏകദേശം ഒരു പകുതി വൈകി നമുക്ക് ചോറ് നോക്കിയിടാം. അത് വേവായിണ്ട്. പകുതി വേവായാലും ചോറിടാം അല്ലേ? ഇതെന്താ? ചോറിന് വെള്ളം പലരും പഴയ ചരിത്രം വെക്കുക. നമ്മളതൊരു വെറൈറ്റി ആണല്ലേ. അത് വേറെ വെക്കാം. ചേച്ചി വീഴാൻ പോണ്ടോ? അവിടെ പോയി കിടന്ന വീഴാൻ പോ. ചെല്ലി വീണ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. വീണാ കുടുങ്ങും. അവിടെ പോയി കിടന്ന 5 മിനിറ്റ് ചെല്ല് 5 മിനിറ്റ് ചെല്ല്. ഇതൊക്കെ അരിട ഇത് വേവണല്ലേ? ഇത് വെന്തിട്ടല്ലേ? പകുതി വേവാകുമ്പോ ഇതിക്കിടാം. അപ്പൊ ഇത് ഫുൾ വേവ് അപ്പൊ തന്നെ ആയിക്കോളൂ അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മളെ ബിരിയാണി ഉണ്ടാക്കല് ഇവിടെ? ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെക്കട്ടെ. എല്ലാരും പലരും പല ചെറുക്കല് വെക്കണ്ട വെക്കും. ഇങ്ങനെയാണ് കഴിച്ചോക്കാം. രസം ഉണ്ടാ അറിയാലോ.
നമ്മളെ അളിയന് ഹായ് പറഞ്ഞല്ലോ രക്ഷിച്ച്. അളിയൻ കുട്ടീനെ കളിപ്പിക്കാം. അതെ അളിയനോട് ഹായ് അറിയാൻ പറഞ്ഞു. മരുവന് മരുവനോട് ഹായ് അറിയാൻ പറഞ്ഞു. പൂച്ചാളൊക്കെ പൂച്ചാള് ഹായ്. ആ കൊടന്റെ ചോട്ടിലേക്ക് നോക്കിയാമ്മ. പൂച്ചാള് കൊടന്റെ ചോട്ടിലേക്ക്. ഭയങ്കര തിരക്കുണ്ട്. കുട്ടികൾ വന്നിട്ട് ആകെ കച്ചറയാണ്. നമുക്ക് വീഡിയോ ശരിക്കും പിടിക്കാനൊന്നും കഴിയണില്ല. ഒക്കെ സംസാരിച്ചു ഉള്ളതിന്റെ ഇടയിൽ കൂടെ നമ്മള് ചെറിയ വീഡിയോ പിടിക്കണം. നല്ല മഴ ഇപ്പൊ ചെറുന്നനൊന്നും തുടങ്ങി ഭയങ്കര നല്ല രസത്തിലാണ്ടാ. നമ്മളെ ബിരിയാണി തുറന്നു നോക്കാനായോ? ചിക്കൻ ഓട്ടർ എങ്ങനെയുണ്ട്? എന്താന്ന് അറിയാം എങ്ങനെ നാരങ്ങ എങ്ങനെ ആട്ടിയാ പെട്ടെന്ന് അതിന്റെ നീര് കിട്ടും. അപ്പൊ നല്ല സോഫ്റ്റ് വരാന്. നമുക്ക് ഭക്ഷണം കഴിക്കാനായോ? എന്താ ഭയങ്കര കരച്ചിലാണ്. എന്താ കുട്ടിയറിയണ്ട? അപ്പത് കുട്ടീനെ പോയി എടുത്തോക്കൊന്ന്. കുട്ടീനെ പോയി എടുത്താ പൂസ് ഓടത്തോട്ടെ. സോഫ്റ്റ് ആക്കി വെച്ചതാണേ. കുട്ടീനെ നിർത്താ അപ്പൂസ് കുറച്ചു നേരം. ഇപ്പൊ നല്ല സമയ കുട്ടിക്ക് കരയാണ്. വന്നപ്പോ തൊട്ട് കരയാൻ തുടങ്ങിയതാ. അപ്പൊ ഞാൻ ചോറും കൂടി ആവട്ടെ, അല്ലെങ്കിൽ കൊറേ സമയം. കൊറേ ആയി. വിശപ്പ് നല്ലുണ്ട്. പുട്ടും ചായ രാവിലെ അതൊക്കെ വിശന്നു. പിന്നെ ഇത് പ്രത്യേക തരം പാൽ കേക്കാണല്ലോ. പാൽ കേക്ക് നമ്മളെ ചോറ് മൂടാൻ പോകട്ടോ. ഇങ്ങനെ നല്ല മഴയും നല്ല മഴ വിരുന്നാരും കുട്ടീന്റെ കരച്ചിലും. അപ്പം ഇന്നത്തെ ഒന്നും ശരിക്കും സംസാരിക്കാൻ പറ്റില്ല അല്ലേ? ബിരിയാണി ആവും. എന്നാലും ഇത് ഭയങ്കര മറ്റേ ഇല ഇട്ടത്. ഇതിന്റെ പേരിപ്പോ എന്താണ്? എന്താ ഏത് പേരല്ലത്? പേരിപ്പോ കൊറേ ആൾ പറഞ്ഞിന്ന് കമന്റ് ഇട്ടിരുന്നു. ഞാൻ വീണ്ടും മറന്നുപോയി. നമ്മളെ നെയ്ച്ചോർക്കൊക്കെ നല്ലൊരു മണോ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാനുള്ള ഇലയാണിത്. എന്തൊരു പേരുണ്ട്, മറന്നുപോയിട്ടോ. കൈതോലെ എന്താ അമ്മ കയ്യില് അമ്മ എപ്പ തിന്നാൻ തുടങ്ങിയാണ് ഇങ്ങനെ? എല്ലാരും തിന്നുണ്ട്. എന്താ അത്? അപ്പൊ ഞാൻ മാത്രം തിന്നാത്ത? അല്ല വേറെ സാധനം കഴിച്ചതില്ല നേരത്തെ. നല്ല രസമുണ്ടല്ലോ. എനിക്ക് വേണ്ട മപ്പ വേണ്ട. 100 കേന്റെ കേക്ക് ഈ കേക്ക് എന്തായാലും ഇതെല്ലാം രസമല്ല കേട്ടോ. അതൊരു വെറൈറ്റിയാണ്. പാൽ കേക്കാണ്. നല്ല രസമുണ്ട് ഇത്. അപ്പൊ നമ്മളെ ചോറ് റെഡി ആവുന്നുണ്ട്. ഇനി അതിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് ഇതാക്കിയിരുന്നു. എണ്ണയിലൊന്ന് മുട്ടിച്ചിട്ടോ. തൈരായി. ഞാൻ അച്ചാറുണ്ട് കേട്ടോ. ഫുള്ള് റെഡി ആയില്ലപ്പോ. ദമ്മിട്ടോ? ഞാൻ കണ്ടില്ല, വീഡിയോ ഉണ്ടല്ലോ. എന്താവും അറിയില്ല കേട്ടോ. എന്തെങ്കിലും ഒന്നാവും. പിന്നെ നമ്മളെ ഇന്നത്തെ വിശേഷത്തിൽ മാത്രമല്ല, നമ്മളെ വീഡിയോയില് ആദ്യമായിട്ട് നമുക്കൊരു ചോറൂണ് വിശേഷം അറിയിക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെപ്പോഴും പിറന്നാളൊക്കെയാണ് പറയല്. ഇത് ചോറൂണാണ്. അപ്പൊ ദേവദർശി എന്നാണ് കുട്ടീൻ്റെ പേര്. അപ്പോൾ ചേനോളി എന്ന സ്ഥലത്ത് പേരാമ്പ്ര ആ ഭാഗത്ത് അവിടെയാണ് കേട്ടോ സ്ഥലം. അപ്പോൾ ചോറൂണാണ്. അപ്പോൾ ആ കുഞ്ഞാവയ്ക്ക് ഞങ്ങളെ വക 1000
ആശംസകള് എന്താ പറയണ്ട അറിയില്ല. അപ്പൊ എല്ലാരും ആയടുത്തേ കുട്ടിക്ക് ഹായ്. മോനോ മോന് കുറവാണ്. അപ്പൊ കുട്ടീന്റെ ഫോട്ടോ നമ്മളവിടെ കൊടുക്കണ്ട്. അമ്മ കൊടുത്തേ കുഞ്ഞാന് ആയുസ് ആരോഗ്യമൊക്കെ സർവേശ്വരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മള് ഫോട്ടോ കൊടുത്തു തരാം അല്ലേ. അപ്പൊ എല്ലാരും നമ്മളെ കുഞ്ഞാവേനെ കണ്ടുവന്നില്ലേ. അപ്പൊ ഇനി നമുക്ക് ചോറിനാ നമ്മള് ദമ്മൊക്കെ തുറക്കാനായിട്ടുണ്ട്. അതിലുള്ള അതിൽ അണ്ടി മുന്തിരിയാണ് മൂപ്പിക്കുന്നത്. ഇവിടെ ചോറ് തമ്മിട്ട് കാണിച്ചു അണ്ടി മുന്തിരി പായസത്തേക്ക് ഇരുന്നേ. അപ്പൊ തുറക്ക ചോറ് ചോറ് തുറക്കാനായി ഇല്ല ഇപ്പോഴല്ലേ അടച്ചിട്ട് ഉണ്ടാവും. അല്ല അത് ദമ്മ് നമ്മളെ കോരി ഇളക്കുമ്പോ ഇടാം. നമുക്ക് വെക്കാനൊന്നും അറിയില്ല കേട്ടോ. നമ്മളെ കഴിയണ മാതിരി വെക്കാം. വെക്കാനൊന്നും അറിയില്ല. ആരോടും ചോദിച്ചിട്ടല്ല. ഇത് നമുക്ക് തിന്നാനല്ലേ. അപ്പൊ നമ്മളൊരു ഇഷ്ടത്തിന് വെക്കുകയാണിത്. അപ്പൊ അറിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. അറിയണ മാതിരിയൊക്കെ അങ്ങനെ കാട്ടുക. ഏതായാലും ബിരിയാണിയൊക്കെ നല്ല വാസനയും കോരി ഇടുകയാണ്. അപ്പൊ നല്ല വാസനയും ഒക്കെ ഉണ്ട്. മല്ലിച്ചപ്പിന്റെ ആ നെയ്യിന്റെ ഒക്കെ ബിരിയാണി മസാലയുടെ ഒക്കെ വാസനയൊക്കെ ഉണ്ട്. ഷിജെ ഇപ്പൊ നമുക്ക് കഴിക്കല കൊടുക്കല്ലേ. ചൂട് ചോറ മോനുവിന്റെ സൗണ്ടിന് എന്താ മാറ്റം മോനു? ചിക്കൻ എടുക്കും. അടിപൊളിയാണ്. സെറ്റാണ്. രസമുണ്ടല്ലേ. അടിപൊളി. അപ്പൊ എന്താ പറയാ എല്ലാരും സന്തോഷത്തിലാണ്. എല്ലാരും ചോറിലും കഴിഞ്ഞു. എല്ലാരും കണ്ണിലുള്ള ഞങ്ങള് പോവുക. അപ്പൊ ബിരിയാണിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ബിരിയാണി വെച്ചാൽ സന്ധ്യക്ക് വയ്ക്കുമോ. അപ്പൊ ഇനി കുളിക്കണം. സന്ധ്യ വെച്ചോളൂ. ആൾക്കാർ നീച്ചൊന്നുള്ളൂ. അപ്പൊ ഇനി കുറച്ചു നേരം സംസാരിച്ചിരിക്കാണ്ട് കുട്ടികളോടൊക്കെ. ഒന്നിനും പറ്റിയില്ല. ഒന്നിനും പറ്റില്ല. സമയം കുറെ 2 മണി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നത്തെ ചെറിയ വിശേഷം നിർത്തുകയാണ്. നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.